ഹലോ യൂട്യൂബ്, വെൽക്കം ബാക്ക്. എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ സബ്ജക്റ്റ് എൻ്റെ 2017 മോഡൽ ബൊലേറോ സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. അപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്തപ്പോൾ ബാറ്ററിക്ക് വോൾട്ടേജ് കുറവാണെന്ന് കണ്ടെത്തി. ബാറ്ററി മാറ്റി, എന്നിട്ടും സ്റ്റാർട്ടിംഗ് പ്രോബ്ലം. സോ അതിൻ്റെ ഒരു സൊല്യൂഷൻ കണ്ടെത്തുന്ന ഒരു വീഡിയോ ആണ്. വണ്ടി ന്യൂട്രൽ സ്റ്റാർട്ടാവില്ല. കഴിഞ്ഞ ആഴ്ചയാണ് ബാറ്ററി മാറ്റി 2 ദിവസം കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഇപ്പം വീണ്ടും സ്റ്റാർട്ടിങ് പ്രോബ്ലം. ഞാൻ മൊത്തത്തിലൊന്ന് ചെക്ക് ചെയ്ത് നോക്കി, എന്നിട്ട് ഒന്നും കാണുന്നൊന്നുമില്ല. വയറോ ബ്രോക്കൺ ആയിട്ടുള്ള ഒന്നും കാണുന്നില്ല. ഫ്യൂസ് എല്ലാം ചെക്ക് ചെയ്ത് നോക്കി, ഒരു കുഴപ്പമില്ല. ബാറ്ററീൻ്റെ ടെർമിനലായിട്ട് കണക്ട് ചെയ്യുന്ന ഈ ഒരു ക്ലാമ്പ് ഉണ്ടല്ലോ, അതിൻ്റെ നെറ്റ് ടൈറ്റാണ്, എന്നിട്ടും ക്ലാമ്പ് ലൂസാണ്. സോ അതാവാം ഒരു കാരണം എന്ന് വെച്ച് ഞാനിതിപ്പോൾ ഇതിൻ്റെ ഒരു ഗ്യാപ്പ് ഉണ്ട്. ഈ ഗ്യാപ്പ് കുറച്ചൊന്ന് കൂട്ടാൻ നോക്കുക. ഗ്യാപ്പ് കൂട്ടിക്കഴിഞ്ഞാൽ ഈ ക്ലാമ്പ് കുറച്ചും കൂടി ടൈറ്റായിട്ട് ജോയിൻ ചെയ്താണ് നിൽക്കും. അപ്പോൾ ഈ ഒരു മൂവ്മെൻറ്റ് ഉണ്ടാവില്ല എന്നാണ് വിചാരിക്കുന്നത്. ഞാനിപ്പോൾ ഇത് നല്ലോണം ഫയൽ ചെയ്ത് എൻ്റെ നടുക്കുള്ള ഗ്യാപ്പ് കൂട്ടിയിട്ടുണ്ട്. ഡീസൽ വണ്ടിയല്ലേ, വൈബ്രേഷനിൽ സംഭവിക്കുന്ന ആവാം. നല്ല വൈബ്രേഷൻ ഉണ്ട് എഞ്ചിനിൽ. ഇങ്ങനെ ആ ക്ലാമ്പിൻ്റെ ഗ്യാപ്പ് കൂട്ടിയതിന് ശേഷം ഇതൊരു സ്ട്രോങ് ആയിട്ട് അവിടെ ഗ്രിപ്പോട് കൂടി നിൽക്കുന്നുണ്ട്. എനിക്കൊന്ന് വൈബ്രേഷനിലാണ് ചെറിയൊരു ലൂസായിട്ട് പോകുന്നത്. അപ്പോൾ അതിപ്പം കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. ഞാൻ ഒരു 5-6 ദിവസമായിട്ട് നല്ലോണം ഒബ്സർവ് ചെയ്ത്, അതുകൂടാതെ വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ ഓഫാക്കുകയൊക്കെ ചെയ്ത് നോക്കി. പല സിറ്റുവേഷനിലായിട്ട് രാവിലെ രാത്രി, വണ്ടി തണുത്ത സമയത്ത്, ചൂടുള്ള സമയത്തൊക്കെ. ഇപ്പോൾ ഈ ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഇല്ല. സോ എല്ലാ ഇതേപോലെയുള്ള പ്രോബ്ലംസിനും കമ്പണൻറ്റ് മാറ്റലല്ല സൊല്യൂഷൻ. കുറച്ചൊന്ന് നമ്മൾ ചെക്ക് ചെയ്ത് എല്ലാ ജോയിൻറ്റ്സ് വയസ്സൊക്കെ പ്രോപ്പറാണെന്ന് നോക്കിക്കഴിഞ്ഞാൽ തന്നെ ഇതേപോലെയുള്ള ചെറിയ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. വണ്ടിയെ സ്നേഹിക്കുക. ദാറ്റ്സ് ഇറ്റ്. താങ്ക് യു ഫോർ വാച്ചിങ്.